നമസ്കാരം. രാഷ്ട്രീയ പ്രവർത്തനം അത് കുറച്ചെങ്കിലും സത്യസന്ധമായി കൊണ്ടുപോകേണ്ടതാണ്. കാരണം അത് രാഷ്ട്രത്തെ ബാധിക്കുന്നതാണ്. വലിയ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും മുന്നോട്ട് പോക്ക്. പക്ഷെ ഇവിടെ നെറുകെട്ട രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടർച്ചയായി ചെയ്യുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയേണ്ടി വരും. അത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വൃദ്ധസദനത്തിലും കുട്ടികളെ പാർപ്പിക്കുന്ന ഒരു അനാഥാലയത്തിലും വലിയ പീഡനം കുട്ടികൾക്ക് നേരെ നടന്നു. അവിടെ അന്തേവാസികൾക്ക് എതിരെ വലിയ പീഡനങ്ങൾ നടന്നു. പലതവണയും അവിടുത്തെ നാട്ടുകാരും മറ്റാളുകളും ഇതിനെതിരെ പ്രതികരിക്കുന്നു. പക്ഷേ ഈ മതവിഭാഗങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്ന സംഘടിത മതവിഭാഗങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്ന ഒരു പിന്തുണ അനുസരിച്ച് കൊണ്ടൊന്നും അവരെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടി പക്ഷെ അവസാനം ഒരു കുട്ടിക്ക് നേരെ വലിയ ക്രൂര പീഡനങ്ങൾ നടന്നു. 17 വയസ്സുകാരനായ ഒരു കുട്ടി, അദ്ദേഹം ഒരു പ്രാർത്ഥനാ ഹാളിൽ വെച്ചാണ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നിരാലംബയായ ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആ പയ്യനെ ഏറ്റുവാങ്ങുകയും അതിനുശേഷം ആ കുട്ടിക്ക് ക്രൂരമായ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇത് നടത്തിപ്പുകാരനായിട്ടുള്ള ബിജു എന്ന് പറയുന്ന പാസ്റ്ററുടെ വലിയ കൊട്ടാര സദൃശ്യമായ വീട് നിർമ്മിക്കുന്നിടത്ത് കൂലിപ്പണി എടുക്കേണ്ടി വന്നു. പിഞ്ചു മക്കൾ ബാലവേല ചെയ്യിച്ചു, അവരെ കൊണ്ട് ക്രൂരമായിട്ട് വേല ചെയ്യിച്ചു. കൂലി പോലും കൊടുക്കാതെ, മാന്യമായിട്ടുള്ള ഭക്ഷണം പോലും കൊടുത്തില്ല. അതിനെതിരെ അവിടെയുള്ള ഈ അദ്ദേഹത്തിന്റെ ഈ വൃദ്ധസദനത്തിന് അതിനുവേണ്ട അനുമതി പഞ്ചായത്ത് നിഷേധിച്ചു. അതിന് അനുമതി ഇല്ലാതെയാണ് ഈ പ്രാർത്ഥനാലയം, ഏത് പ്രാർത്ഥനാലയമാണെങ്കിൽ അനുമതിയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെ അനുമതി ഇല്ല എന്നാണ് അധികാരികൾ പറഞ്ഞിരുന്നത്. പക്ഷെ നോക്കൂ, അതിനെതിരെ അവിടുത്തെ തൊട്ടടുത്ത പഞ്ചായത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള BJP പ്രതിഷേധ പ്രകടനം നടത്തി. അത് പോലീസുകാർ അതിനിടയിൽ നിന്ന് അതെല്ലാം ലൈവ് ടെലികാസ്റ്റ് ചെയ്താണ്. അവിടെ വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല, വാക്ക് തർക്കങ്ങൾ. ഒരു വിഭാഗം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം പറഞ്ഞു ഈ അനീതിക്കെതിരെ നിൽക്കുന്നത് വരെ ഇത് തുറക്കണ്ട എന്നുള്ള നിലപാടെടുക്കുന്നു. അങ്ങനെ നടന്നിട്ടുള്ളൂ. പക്ഷെ ഇത് റിപ്പോർട്ട് ചെയ്ത ദേശാഭിമാനി വളരെ മോശമായിട്ട് ഇരുപക്ഷങ്ങളും തമ്മിൽ വെറുപ്പ് ജനിപ്പിക്കുന്ന ഒരു വർഗീയ കലാപം ലക്ഷ്യമാക്കിയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് നടത്തിയത്. നിങ്ങൾ ആദ്യം അതൊന്ന് കാണും. ഡിവൈഎഫ്ഐയും പ്രതിഷേധമായെത്തി. ഡിവൈഎഫ്ഐ ഈ മാനവികതയൊക്കെ പറയുന്ന പാർട്ടിയാണ്. ഇടതുപക്ഷത്തിന്റെ മാനവ സഹോദരൻ മനുഷ്യത്വമൊക്കെ പറയുന്നതാണ്. അവരും ആ കുട്ടികൾക്കെതിരെ, നീതി നിഷേധിക്കപ്പെട്ട കുട്ടികൾക്കെതിരെയല്ല അവരുടെ പ്രതിഷേധം, ആ കുട്ടികൾക്ക് വേണ്ടി ആയിരുന്നില്ല അവരുടെ പ്രതിഷേധം, മറിച്ച് ഈ കപടനായിട്ടുള്ള ഈ പാസ്റ്റർക്ക് വേണ്ടിയായിരുന്നു. ഇത്ര ആരോപണ വിധേയനായിട്ടുള്ള ഈ പാസ്റ്റർക്ക് വേണ്ടിയായിരുന്നു, ആ കുറ്റവാളികൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ പ്രതിഷേധം. അതുപോലെ തന്നെ CPM അത്തരം ഒരു നിലപാടെടുക്കുന്നു. മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോൾ ഉറ്റിറ്റ് വീഴുന്ന ചോരയ്ക്ക് വേണ്ടി നാവ് നൊട്ടി നുണഞ്ഞിരിക്കുന്ന ചെന്നായയെ പോലെ CPM കൂടെ പെരുമാറുകയാണ്. ഇത് ശരിയല്ല. ഇത്തരം രാഷ്ട്രീയം ഈ നാടിന് ആപത്താണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. CPM എന്ന പാർട്ടി ഉപ്പുവെച്ച കലം പോലെയാകുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണെന്ന് പറയുകയാണ്. ഇത് മാറ്റണം. മാറ്റുപിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളെയും നിങ്ങളെത്താൻ ഈ രാഷ്ട്രീയം നിങ്ങളെ എവിടെയും എത്തിക്കില്ല. നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ജനങ്ങൾക്ക് ഇന്നത്തെ കാലത്തിൽ വിരൽത്തുമ്പിൽ വാർത്തകളുള്ള ഈ കാലഘട്ടത്തിൽ എത്ര കാലം ഈ കപടതയും നുണയും പറഞ്ഞ് മുന്നോട്ടു പോകാൻ കഴിയും സഖാക്കളെ? നിങ്ങൾ തിരുത്തേണ്ട കാലം അതിക്രമിച്ചു എന്ന് വളരെ വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ.